അച്ഛാ, എങ്ങനെയുണ്ട് അച്ഛാ? എന്റെ മോള് സൂപ്പർ അല്ലേ? അകമേ നേരിന്റെ നിറവുമായി സ്വയമേ തീയായി വളരുന്നു. എടി മേഴ്സിയെ, നീ അറിഞ്ഞോ? എന്റെ മോള് സൂപ്പറാ. നൃത്തത്തിലും അഭിനയത്തിലും പഠനത്തിലും എല്ലാം എന്റെ മോള് സൂപ്പർ അല്ലേ? നീ എന്തിനു കൊള്ളാം? ഞാൻ എന്തിനു കൊള്ളാന്നോണ്ടാ ഇതുപോലെ ഒരെണ്ണം നിറഞ്ഞങ്ങ് നിൽക്കുന്നത്. അതെ അതെ മനുഷ്യ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ മോള് ആ മുഹമ്മദുമായിട്ട് പ്രണയത്തിലാണ്. എത്ര തവണ പറഞ്ഞു ഒന്ന് വേണ്ട വേണ്ടാന്ന്. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് പോലും അവൾ ആ വാക്ക് കേൾക്കുന്നില്ല. നീ വിഷമിക്കാതെ, അവൾ മിടിക്കുകയല്ലേ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എത്ര നാളായടാ തോമസേ ഞാൻ നിന്നോട് പറയുന്നു, എന്റെ മുഖത്തായിരുന്നു. ആര് കേൾക്കാൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന മനോഗണത്തിൽ മോഷത്തിൽ ചേരുവാനിടയുണ്ടാകണമേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മതം മാറണമെന്ന്? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു മതം മാറാൻ? നീ അത് കേൾക്കുന്നില്ല. മുഹമ്മദേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ മതം മാറാൻ എനിക്ക് ആഗ്രഹമില്ല. മാമുദീസായിലൂടെ ലഭിച്ച ക്രിസ്തീയ വിശ്വാസത്തിന്റെ മാറ്റളി അതെന്റെ ഹൃദയത്തിലുണ്ട്. അതിന്റെ ഭംഗം വരുത്താൻ ഞാൻ തയ്യാറല്ല. എടി, നീ എന്ത് പറഞ്ഞു? നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ? നീ ഇനി ജീവിച്ചിരുന്നുടാ. നമസ്കാരം. പ്രധാന വാർത്തകൾ ഇന്ന്. ചിങ്ങം 1. മുറ്റത്ത് പൂക്കളമിട്ട് പുന്നലിൻ കുലകൾ മച്ചകത്ത് തൂക്കി തൃക്കാക്കരയപ്പനെ വാഴിച്ച് ഇന്ന് കേരളം ദൃശ്യോത്സവത്തിന്റെ കേളികൊട്ടിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ആധുനിക ലോകത്തിന്റെ വിശുദ്ധരാകാൻ വേണ്ടി ലോകത്തെ ആഹ്വാനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പ ചാക്രിക ലേഖനം ഇറക്കി. ഇന്ന് ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തയുടെ മുഖവരയിലേക്ക്. പ്രണയാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ യുവാവ് കുത്തി കൊലപ്പെടുത്തി. ഞാനത് വിശ്വസിക്കില്ല. എന്റെ മോള് നഷ്ടമാവില്ല. മോള് മിടിക്കുകയാണെന്ന്, കടകളിലെ ബന്ധം മിടിക്കുകയാണെന്ന് പറഞ്ഞ എന്റെ മോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ കൂടി നിൽക്കുന്ന ദൃശ്യശ്രവ്യ മാധ്യമങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് മൂത്തമാരുണ്ട്, മക്കളുണ്ട്. ഞാനും ഒരു അമ്മയാണ്. ഒരു അമ്മയുടെ ഹൃദയവേദന നിങ്ങൾക്കറിയില്ല. ഞാനും ഒരു അമ്മയാണ്. അതെ, ആധുനിക ലോകത്ത് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് നമ്മുടെ ലവ് ജിഹാദിലൂടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിലാക്കുകയും പിന്നീട് നാമവിശേഷമാവുകയും ചെയ്യുന്ന ഇനി അടുത്ത കാലങ്ങളിലായി ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവമാണ്. അതിന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിച്ചു. നന്ദി.